ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ബാക്കി വരുന്ന ഇഡ്ഡലിമാവും ദോശമാവും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ പലഹാരമായ പനിയാരമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പനിയാരം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. പനിയാരം പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പനിയാരം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കണത് കേട്ടോ. പനിയാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഇഡലിമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. മാവിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്യാരറ്റ്, സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കണം. ഈ മാവിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. സവാള, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ട് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പനിയാരം ഉണ്ടാക്കുമ്പോൾ എണ്ണ ചൂടാക്കി കടുകും ഉഴുന്നുപരിപ്പൊക്കെ പൊട്ടിച്ച് ഈ പച്ചക്കറികളൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാറ് കേട്ടോ. പക്ഷേ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പനിയാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പച്ചക്കറികളൊക്കെ ഞാൻ വഴറ്റാതെ നേരിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വഴറ്റിയിട്ട് ഇടുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വഴറ്റിയതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറികളൊക്കെ മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കിയെടുക്കാം. പനിയാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ എണ്ണ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ കുഴിയിലും കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുഴി നിറച്ച് മാവ് ഒഴിക്കാൻ പാടില്ല. ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്തതിന് ശേഷം എല്ലാ പനിയാരും ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മുഴുവൻ മാവ് ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ പനിയാരം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ പനിയാരും നമ്മൾ ചുട്ടെടുത്തു കേട്ടോ. 2 കപ്പ് മാവ് കൊണ്ട് പനിയാരം ഉണ്ടാക്കിയപ്പോൾ ഏകദേശം 13 പനിയാരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. പനിയാരം കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് സവാളയും തക്കാളിയും വഴറ്റിയ ചമ്മന്തിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല, കാരണം ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. 2 തരം ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ സവാളയും തക്കാളിയും വഴറ്റിയ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് സവാളയും തക്കാളിയും വഴറ്റിയ ചമ്മന്തിയുടെ കൂടെ തന്നെ തേങ്ങാ ചമ്മന്തി ചേർത്തിട്ടും നമുക്ക് പനിയാരം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.